വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ മത്തൻ കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രാത്രിയിലേക്ക് മത്തൻ കൊണ്ട് ഉള്ളൊരു വിഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മത്തൻ എടുത്തിട്ടുണ്ട്. മത്തൻ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മത്തന് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. മത്തൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് കണ്ണിൻ്റെയും എല്ലുകളുടെയും ദഹനത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് വളരെയധികം നല്ലതാണ് മത്തൻ. ഒരുപാട് ഗുണങ്ങളാണ് മത്തനെ പറ്റി പറയുന്നത്. പിന്നെ അമിതവണ്ണത്തിന് വളരെ നല്ലതാണ്. നമ്മളിത് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിച്ചാൽ അമിതവണ്ണം കുറയും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അമിതവണ്ണത്തിനും വളരെ നല്ലതാണ് മത്തനിൽ. 90% വെള്ളം അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പവറിന് വളരെ നല്ലതാണ് പംകിൻ. അപ്പോൾ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്, അല്ലെ? വിലയും കുറവാണ്. ഇതിപ്പോൾ 1 കിലോ 40 രൂപ. അപ്പോൾ നമുക്ക് ധാരാളം കിട്ടുന്നതും അതുകൊണ്ട് നമുക്ക് വളരെ അധികം ഗുണമുള്ളതുമായ സാധനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ കുറേയൊക്കെ അറിയാതെ പോകുന്നതാണ്. പിന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് പംകിൻ. ഗ്ലൂക്കോസ് ലെവലൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പംകിന് പറ്റും. പിന്നെ ദഹന സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പംകിൻ നല്ലതാണ്. പംകിനിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനത്തിന് വളരെയധികം നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചില ക്യാൻസറിനെ പ്രതിരോധിക്കാനും പംകിന് കഴിയുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മുഴുവൻ വളരെ ഗുണമുള്ളൊരു സാധനമാണ് ഈ മത്തൻ. അപ്പം ഞാനിത് രാത്രിയിലെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിക്കും. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. രാത്രി നമുക്ക് വേറെ ഒന്നും കഴിക്കണ്ട, ഇത് മാത്രം കഴിച്ചാൽ വയറ് നിറയും. ധാരാളം നാരുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വയറ് നിറയുകയും ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലതാണ് ഇതൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ഗുണം നൽകത്തക്ക രീതിയിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് ആവിയിൽ വേവിക്കാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആവിയിൽ വേവിച്ച മത്തൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളൊരു സാധനമാണ് മത്തൻ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് വളരെ നല്ലൊരു ഫുഡാണ്. പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.